നമസ്കാരം. വളരെ സന്തോഷകരമായ അവസ്ഥയിൽ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. 1, 2, 3 മാസങ്ങൾ കൊണ്ട് അസ്തമിച്ചു പോകുമെന്ന് പലരും വിധി കൽപ്പിച്ച നമ്മുടെ ക്ലബ്ബ് ഇന്ന് 3ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒട്ടനവധി സന്തോഷങ്ങൾ നൽകിയ മുഹൂർത്തങ്ങൾ, നാം ഒറ്റക്കെട്ടായി നിർവഹിച്ച ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മൾ ഒരുമിച്ച് തീർത്ത ഈ 2 വർഷങ്ങൾ, നമ്മൾ പങ്കുവച്ച സ്നേഹവും സൗഹൃദവും ഞാൻ എന്നും ഓർക്കുന്നു. ഈ വൈകിയ വേളയിൽ സുദീർഘമായ ഒരു കൃതജ്ഞതയുടെ പ്രസക്തിയില്ല എന്നെനിക്കറിയാം. ഞാൻ എന്നിൽ അർപ്പിച്ച കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സമ്മേളനത്തിന് 2 അധ്യക്ഷന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ പുതിയ പ്രസിഡന്റ് വൈസ്മെൻ പ്രസിഡന്റ് ആശ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വൈസ്മെൻ ക്ലബ് ഓഫ് അലൈന്റെ സ്ഥാപകനും ആദ്യത്തെ പ്രസിഡന്റുമായ ജസ്റ്റിൻ ജോർജ്. നാം ഓരോരുത്തരും നന്ദിയുള്ളവരായിരിക്കണം. യേശു ശിഷ്യന്മാരെ പലയിടങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയതുപോലെ അലൈനിൽ പല ഭാഗങ്ങളായി ചിതറിക്കിടന്ന നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു വലിയ കുടുംബത്തിന്റെ അംഗങ്ങളായി നമ്മളെ മാറ്റിയ ജസ്റ്റിൻ ജോർജിനോട് ആദ്യം തന്നെ നന്ദി അർപ്പിക്കട്ടെ. അദ്ദേഹം നമ്മളെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം ജീവിതം വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അവന്റെ യാത്രയിൽ ഏകാഗിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം ലക്ഷ്യങ്ങളും പിന്തുടരുവാൻ ജസ്റ്റിൻ കാണിച്ച ധൈര്യമാണ് നമ്മളെ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരത്തിയത്. രണ്ടാമതായി ജസ്റ്റിൻ നമ്മളെ പഠിപ്പിച്ചത്, പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിന് ഉറപ്പുള്ളതോ വിജയിച്ച മാതൃകകളോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. സ്വന്തം ഇച്ഛാശക്തി അല്ലാതെ ഒന്നും കൂടെ ഉണ്ടാകുകയില്ല. എങ്കിലും നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. അവസാനം വിജയം നമുക്ക് തന്നെയായിരിക്കും. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജസ്റ്റിൻ നമുക്ക് മുൻപിൽ നൽകിയത്. 2 വർഷം കൊണ്ട് മിഡിൽ ഈസ്റ്റ് റീജിയനിലെ ഏറ്റവും നല്ല വൈസ്മെൻ ക്ലബായി മാറ്റിയത് അദ്ദേഹത്തിന്റെ നേതൃപരിചയവും നമ്മുടെ നേതൃത്വവും കൊണ്ട് മാത്രമാണ്. അലൈനിൽ വർഷങ്ങൾക്ക് മുമ്പ് 1, 2 വൈസ്മെൻ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. അവയ്ക്ക് ഒരു വർഷം പോലും പലപ്പോഴും കടന്നു പോകുവാൻ സാധിച്ചിരുന്നില്ല. ഇതൊക്കെ അലൈനിൽ പുതിയൊരു ക്ലബ്ബ് തുടങ്ങുവാൻ വേണ്ടിയിരുന്ന ജസ്റ്റിൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഇത് നിർത്തി അദ്ദേഹത്തിന് പിന്തിരിഞ്ഞു പോകാമായിരുന്നു. അവിടെയാണ് ജസ്റ്റിൻ നമ്മളെ പഠിപ്പിക്കുന്ന 3ാമത്തെ പാഠം. ഭൂതകാലത്തിന്റെ തുടർച്ചയാണ് ഭാവി എന്ന് വിശ്വസിക്കുന്നവരെല്ലാം പരാജയപ്പെട്ടു പോയി. എന്നാൽ ഭൂതകാലത്തിന്റെ തുടർച്ചയല്ല ഭാവി. വർത്തമാനകാലത്ത് നാം ചെയ്ത പ്രവർത്തനങ്ങളാണ് നമ്മളെ നാളെയായി മാറ്റുന്നത്. അപ്രസക്തമായ ഒരു ജീവിതം ആരെയും സ്വാധീനിക്കുകയില്ല. അങ്ങനെ അപ്രസക്തമായ ജീവിതം നയിക്കുവാനല്ല നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നത്. പ്രസക്തമായ ഓരോ ജീവിതത്തിന്റെയും ഉടമകളായി മാറി മരണമില്ലാത്ത ജീവിതത്തിന്റെ ഉടമകളായി ഈ ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കുവാൻ വേണ്ടിയാണ് നാം എന്ന പാഠമാണ് നാം ജസ്റ്റിൻ നമ്മളെ അടുത്തതായി പഠിപ്പിച്ചത്. 2 വർഷം കൊണ്ട് എല്ലാവരാലും അറിയപ്പെടുന്ന അലൈനിനെ ഒരു ക്ലബായി മാറ്റുവാൻ അദ്ദേഹത്തിന്റെ നേതൃപാഠവും നമ്മളെ സഹായിച്ചു. വൈസ്മെൻ ക്ലബിന്റെയും എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. നമ്മൾ തീർത്തും ഭാഗ്യവാന്മാരാണ്. ഒരു പ്രസ്ഥാനത്തിന്റെ വിജയം അത് രണ്ടാമത് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയിലാണ്, അതിന്റെ സക്സസറിലാണ്. വൈസ്മെൻ പ്രസിഡന്റായി ആശ കഴിഞ്ഞ വർഷം വൈസ്മെൻ ക്ലബ് ഓഫ് അലൈനെ റീജിയനിലെ ഏറ്റവും നല്ല ക്ലബായി തിരഞ്ഞെടുക്കപ്പെടുകയും ആ ഒരു നേതൃപാഠവും നമ്മളെ പുതിയ വിജയത്തിലേക്കും പുതിയ ദിശാബോധത്തിലേക്കും എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വൈസ്മെൻ പ്രസിഡന്റ് ആശയ്ക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ വിശിഷ്ടാതിഥികളും നമ്മുടെ ഇൻസ്റ്റാളിംഗ് ഓഫീസറുമായ LRD ഇലക്ട് സോണൽ 1 HRM ലിനി എബ്രഹാമിനാണ്.
എപ്പോഴും ഒരു തുറന്ന നല്ല പുഞ്ചിരിയോടുകൂടി ഫുൾ എനർജറ്റിക് ആയി എവിടെയും ഏത് പരിപാടിക്ക് പോയാലും ലിനി എബ്രഹാമിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഇൻസ്റ്റാളിംഗ് ഓഫീസറും നമ്മുടെ വിശിഷ്ടാതിഥിയുമായ ലിനി എബ്രഹാമിന് എല്ലാവരെയും പേരിലും വൈസ്മെൻ ക്ലബ് ഓഫ് അലൈന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. Next, I would like to extend our heartfelt thanks to our guest of honor, Mrs. Savita Srinivas Naik. We are truly blessed to have you here with us today. Whenever there is a major event in Alay, if it is organized by ISC, Blue Star or any other, your presence and leadership are there at the front line. Recently, I saw your leadership in the crowd of Dandiya Festival at the shooting club, and you also be there in the big crowd in the Jagili Park for the last yoga day. You are a dynamic personality, a true crowd puller that with a power and inspired voice. On behalf of Viceman Club of Alay, thank you so much for your grace us with your presence and support. അതുപോലെ തന്നെ ഇനിയും നന്ദി അർപ്പിക്കേണ്ടത് നമ്മുടെ സെക്രട്ടറിക്കാണ്. എപ്പോഴും നമ്മുടെ പ്രസിഡന്റിന് താങ്ങും തള്ളണനുമായി എന്നും അദ്ദേഹത്തിനോടൊപ്പം നിന്ന് നമുക്ക് വഴികാട്ടിയായിരുന്നു ക്ലീറ്റസ് ചേട്ടൻ. അദ്ദേഹത്തിന്റെ പ്രായം ഏതാണ്ട് മോർ ദാൻ 63 years. ആ ഒരു ഇയറിൽ നമ്മുടെ എനർജി എന്തായിരിക്കും, നമ്മൾ എന്തായിരിക്കണം എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ക്ലീറ്റസ് ചേട്ടൻ. അദ്ദേഹം എപ്പോഴും നമ്മുടെ പ്രസിഡന്റ് ഉപദേശിച്ചു കൊടുത്തിട്ടൊരു വാക്കുണ്ട്: നിങ്ങളെ ആരെങ്കിലും കല്ലെറിയുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വളരുകയാണ്. നിങ്ങൾ ആ കല്ലുകൾ പെറുക്കിയെടുത്ത് നാളേക്കുള്ള പാതയൊരുക്കണം. അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്പയറിംഗ് വേർഡാണ്, എപ്പോഴും അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്യുന്നൊരു വേർഡാണ്. ക്ലീറ്റസ് ചേട്ടൻ എല്ലാവിധ ഞങ്ങളോടൊപ്പം ഇത്രയും കാലം ഞങ്ങളെ നയിച്ചതിന്, പ്രസിഡന്റിനോടൊപ്പം നയിച്ചതിന് എല്ലാവിധ നന്ദിയും അർപ്പിക്കുന്നു. അടുത്തത്, ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അതിന് നമ്മുടെ സിൻഡോ കാണിച്ച ആ ഒരു പ്രവർത്തനങ്ങൾ, അദ്ദേഹം ഒരു പ്രോജക്ട് മാനേജറാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ആ തിരക്കിലും നമ്മൾക്ക് വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തി വളരെ നല്ല രീതിയിൽ നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റും നമ്മുടെ ബഡ്ജറ്റിങ്ങും നമ്മുടെ പ്രോജക്ട് പ്ലാനിങ്ങും കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയതിന്റെ ഒരു കൂടെയാണ് നമുക്ക് ഈ ഒരു വിജയത്തിലേക്ക് എത്തുവാൻ സാധിച്ചത്. അദ്ദേഹം എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്: നമ്മളെല്ലാവരും അവിചാരിതമായി ഇവിടെ കണ്ടുമുട്ടിയവരല്ല, നാം എല്ലാവരും ഒരു പടലയിൽ നിന്ന് തന്നെ പൂക്കേണ്ട പഴങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഒരിക്കൽ ഒരുമിച്ച് ചേർന്നതായിരുന്നു എന്നുള്ള വാക്കുകൾ കൂടി ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. അതിനോടൊപ്പം നമ്മുടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന നമ്മുടെ കോർ കമ്മിറ്റി മെമ്പേഴ്സ്, അവരെല്ലാവരും നല്ല ലീഡർഷിപ്പ്, അതുപോലെ തന്നെ വൈസ് മിനിറ്റ്സ്, പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ട്രഷറർ, അതിനോടൊപ്പം ആ ഒരു കോർ കമ്മിറ്റിയിലുള്ള എല്ലാവരും നൽകിയ ലീഡർഷിപ്പിന് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. അതിനോടൊപ്പം നമ്മൾ ഓരോരുത്തരും ചേരുമ്പോഴാണ് നമ്മുടെ ക്ലബ്ബ് പൂർണ്ണമാകുന്നത്. നിങ്ങളില്ലാതെ എല്ലാവരും ചേർന്നാണ് നമ്മൾ ഈ ഓരോ വിജയങ്ങളും കൈവരിച്ചത്. അതിനാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.